ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഇവിടെ ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം എന്ന് പറയുന്ന പലഹാരം ഉണ്ടാക്കാനാണ്. അതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി അത് ഉണ്ടാക്കാനായിട്ട്, എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടി വറുത്ത് നൈസായി പൊടിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്. അപ്പോൾ നമുക്ക് പാകത്തിന് എടുക്കാം. കുറച്ച് നെയ്യാണ് ഇതിന്, 1/2 സ്പൂൺ നെയ്യ്, 1/2 അല്ലെങ്കിൽ 1/4 സ്പൂൺ നെയ്യ് എടുത്താൽ മതി കേട്ടോ. അതിന് നമുക്ക് വേണ്ടത് ഇനി വെള്ളം തിളപ്പിക്കണം. അപ്പോൾ ഈ അരിപ്പൊടി ഇത് പാത്രത്തിലിട്ട് പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ഇളക്കി വെക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യത്. എന്നിട്ട് നമുക്ക് വെള്ളം തിളച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം തിളപ്പിച്ചിട്ട് നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്ക് ആ പൊടിയിലേക്ക് കുറേശ്ശെ ഒഴിക്കുക കേട്ടോ. മുഴുവൻ ഒഴിക്കേണ്ട, ആവശ്യത്തിന്. നമ്മുടെ പൊടി നന്നായി കുഴഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ കൂടെ ഞാൻ ഇന്നിപ്പോൾ നൂലപ്പത്തിന് നാളികേരപ്പാലാണ് എടുക്കുന്നത്. മുട്ടക്കറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ നാളികേരപ്പാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ഞാൻ നാളികേരപ്പാൽ ഉണ്ടാക്കിയിട്ട് വരാം, അപ്പോഴേക്കിത് ചൂടാറും. അപ്പോൾ ഇടിയപ്പത്തിന് തേങ്ങാപ്പാലാണ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനതിൽ കുറച്ച് തേങ്ങ ഇങ്ങനെ കൊത്തിയിട്ടുണ്ട്. ഞാൻ നന്നായി അടിക്കുക. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് ഇട്ടിട്ട് വെക്കണം. എന്നിട്ട് ഈ പാല് അതിലേക്ക് ഒഴിച്ച് ഇളക്കണം. അപ്പം നമ്മുടെ അരിപ്പൊടി ചൂടാറിൻ്റെ നന്നായി ഒന്ന് കുഴയ്ക്കാം. അപ്പോൾ ഇത് കുഴക്കുന്ന നേരത്ത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അടപ്പത്ത് വയ്ക്കാം, അത് തിളയ്ക്കാനായിട്ട്. അന്നേരം കൊണ്ട് നമുക്കിത് കുഴച്ച് ഇടിയപ്പം ഉണ്ടാക്കാം. ഇതിനകത്ത് ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പിട്ടോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടാണ് എടുത്തിരിക്കുന്നത്. ആ തട്ടിലേക്ക് നമുക്ക് കുറേശ്ശെ ഇത് പിഴിയാം. ഇത് മാവ് വിരലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വലത്തോട്ട് തിരിക്കുന്നത് ഓപ്പോസിറ്റായിട്ട് ഇടത്തോട്ട് തിരിച്ചാൽ മതി. അപ്പോൾ ആ മാവ് പരവ് നിൽക്കും കേട്ടോ. നമ്മളിത് ഇഡ്ഡലി പാത്രത്തിൽ തന്നെ കൊണ്ടില്ലെങ്കിൽ നമുക്ക് കിണ്ണെടുത്തിട്ട് ആ കിണ്ണത്തിൽ നമുക്ക് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേവിച്ചെടുക്കാം.
വെള്ളം നന്നായി തിളച്ചുകൊണ്ട് ഇനി ആ വെള്ളത്തിലേക്ക് നമുക്കിത് ഇറക്കി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം നന്നായി ഒന്ന് വേവാനുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് എടുക്കാം. അപ്പോൾ കൈമിക്ക് ആവി വരാണ്ടിരിക്കാൻ നന്നായി ഒന്ന് തീ കുറച്ചിട്ടിട്ട് എടുത്തോളാം കേട്ടോ. നമ്മൾ കിണ്ണത്തിലാണ് ഇത് ഇനി അടുത്തത് എടുക്കണം. അപ്പോൾ ഇത് ഈ പാത്രം എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ കിണ്ണം കയറ്റി വയ്ക്കാൻ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റാണ് നമുക്കിത് വേവാൻ വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് വെച്ചത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.